കേന്ദ്ര സർക്കാരിൻ്റെ 12 വർഷക്കാലത്തെ ഭരണം കാർഷിക മേഖലയിൽ അഗ്രികൾച്ചർ മേഖലയിൽ ഒട്ടനവധി നൂതനമായ പരിവർത്തനങ്ങൾക്ക് വിപ്ലവാത്മകപരമായ സമീപനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനും അതുപോലെ തന്നെ കാർഷിക ഭൂപടം വിസ്തൃതമാക്കുന്നതിനും ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉറപ്പാക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം വിളംബരം ചെയ്യുന്നതിനുമായി ഒട്ടനവധി നവീനമായ പദ്ധതികൾ കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി. നമ്മിന്ന് ചർച്ചയിൽ സംസാരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിപ്ലവാത്മകരമായിട്ടുള്ള കാർഷിക മേഖലയിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീമതി ചിത്രാജി, സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ICAR കൃഷി വിജ്ഞാൻ കേന്ദ്ര മിത്രാനികേതൻ ട്രിവാൻഡ്രം, ശ്രീ സജീവസ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ നബാർഡ്, ശ്രീമതി അഭിതാജി, കൃഷി ഓഫീസർ, കൃഷി ഡയറക്ടറേറ്റ്. മൂവരെയും സ്വാഗതം ചെയ്യുന്നു, ഏറെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം ഈ ചർച്ചയിലേക്ക്. ആദ്യമായിട്ട് ശ്രീ സജീവ് സാറിനോട് ചോദിച്ചുകൊണ്ട്, നബാർഡിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായ ശ്രീ സജീവ് സാറിനോട് ചോദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കാം. സാർ, ഈ 12 വർഷങ്ങൾ, മോദി സർക്കാരിൻ്റെ 12 വർഷങ്ങൾ കാർഷിക മേഖലയിൽ ഒട്ടനവധി നവീനമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. ഇപ്പോൾ ഗ്രാമീണമായ കാർഷിക ഭൂപടത്തെ ശാക്തീകരിക്കുന്നതിനും കാർഷിക മേഖലയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുമൊക്കെ നബാർഡ് നിലവിൽ നടപ്പിലാക്കുകയുണ്ടായി. നമുക്ക് ആദ്യമായിട്ട് ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ സജീവ് സാറിനോട് ഈ കാർഷിക ഗ്രാമീണ വികസനത്തിൽ നബാർഡിൻ്റെ പങ്ക് എന്താണ് എന്ന് വിശദമാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാമെന്ന് തോന്നുന്നു. പറയാം സാർ. ഈ പരിപാടിയിലേക്ക് നബാർഡിനെ ക്ഷണിച്ചതിൽ ഞാൻ എൻ്റെ നന്ദി ആദ്യമേ അറിയിക്കുന്നു. നബാർഡ് എന്നുള്ളത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള അതിൻ്റെ ഷോർട്ട് ഫോമാണ്. നമ്മുടെ മലയാളത്തിൽ ദേശീയ കൃഷി ഗ്രാമീണ വികസന ബാങ്ക് എന്ന് പറയും. അപ്പോൾ ഈ നമ്മുടെ ഭാരതത്തിലെ കാർഷിക ഗ്രാമ വികസന മേഖലകളെ സാമ്പത്തികമായിട്ട് പിന്തുണയ്ക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ ബാങ്ക് കഴിഞ്ഞ 44 വർഷങ്ങളായിട്ട് നമ്മുടെ ഭാരതത്തിൽ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാനും അതുവഴി ഗ്രാമീണ മേഖലകളിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പല പദ്ധതികളുമാണ് നബാർഡ് വഹിച്ചു വരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായി ഗ്രാമീണ വായ്പാ പദ്ധതി അല്ലെങ്കിൽ റൂറൽ ക്രെഡിറ്റ് എന്നുള്ള ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ സഹകരണ ബാങ്കുകൾ, ഗ്രാമീണ ബാങ്കുകൾ എന്നുള്ള ആ സ്ഥാപനങ്ങൾ വഴി പുനർവായ്പയായി റീഫിനാൻസായി നബാർഡ് വായ്പ ഈ കർഷകർക്ക് വിതരണം ചെയ്യുന്നു. കൂടാതെ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, അത് നമ്മുടെ നബാർഡിൻ്റെ ഒരു റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉള്ള പ്രധാനമായ ആ ഒരു ഫണ്ട് വഴിയാണ് നമ്മുടെ രാജ്യത്തിലെ റോഡ്, പാലം, കുടിവെള്ളം മുതലായ മേഖലകളിലെല്ലാം നൽകുന്നത്. പിന്നീട് ഉള്ള ഒരു മേഖലയാണ് സ്വയം സഹായ സംഘങ്ങൾ അല്ലെങ്കിൽ കൂട്ടുബാധ്യതാ സംഘങ്ങൾ മുതലായി സ്ത്രീ ശാക്തീകരണം, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള കൃഷി മേഖലയിൽ, കൃഷിയിതര മേഖലകളിൽ പ്രവർത്തിക്കുന്ന കർഷകരുടെ നൈപുണ്യ വികസനം, പിന്നീട് അവരുടെ സംരംഭരത്വം, അങ്ങനെയുള്ള വിഷയങ്ങളും നബാർഡ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏകദേശം 22,150 കോടി രൂപയാണ് നബാർഡ് സാമ്പത്തിക സഹായം ചെയ്തത്. അതിൽ 14,000 കോടി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള റീഫിനാൻസ് പുനർവായ്പയായി നൽകി. പിന്നീട് ഒരു 8,100 കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നൽകി. പിന്നീട് ഒരു 25 കോടി ഗ്രാൻഡായിട്ട് നൽകുകയുണ്ടായി. ഇങ്ങനെ പല മേഖലകളിലായിട്ടാണ് നബാർഡിൻ്റെ
പ്രവർത്തനം നമ്മുടെ ഈ രാജ്യത്തും നമ്മുടെ ഈ കേരളത്തിലും ഉള്ളത്. അടുത്തതായി ചോദിക്കാനുള്ളത് അഭിതാജി മാഡത്തിനോടാണ്. അപ്പോൾ മാഡം, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഈ 12 വർഷ കാലത്തിനിടയിൽ നിലവിൽ നടപ്പിലാക്കുകയുണ്ടായി. അതിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഏറ്റവും അധികം ആകർഷിച്ച കേന്ദ്ര സർക്കാരിൻ്റെ ഈ 12 വർഷക്കാലത്തിലെ പദ്ധതികൾ ഏതെല്ലാമാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ അഭിത മാഡം? നമ്മൾക്കിപ്പം നോക്കുമ്പോൾ നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, കേന്ദ്ര പദ്ധതികൾ നമ്മൾ കേരളത്തിൽ ഇപ്പം നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടും കർഷകർക്കിടയിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടിയ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PM കിസാൻ, അതായത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതിയാണ്. ഇതിലൂടെ നമ്മൾ ഒരു കർഷകന് ഓരോ വർഷവും 6000 രൂപ, അതായത് 3 ഗഡുക്കളായി 4 മാസങ്ങൾ ഇടചേരുമ്പോൾ ഇടയിൽ 2000 രൂപ വെച്ച് ഒരു കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ചെല്ലുകയാണ്. ഒരു വൺ ടൈം രജിസ്ട്രേഷനിലോട് കൂടി മാത്രം ഈ വ്യക്തിക്ക് പിന്നീട് വരുന്ന വർഷങ്ങളിൽ ഈ 6000 രൂപ കൃത്യ ഒരു വരുമാനമായിട്ട് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി ഇത്രയും ശ്രദ്ധ നേടാനും അതുപോലെ പോപ്പുലാരിറ്റി നേടാനും സാധിച്ചത്. ഈ ഒരു PM കിസാൻ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ ഈ ഒരു കർഷകന് വിത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വളങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു ബേസ് ആയിട്ടുള്ള ഇൻപുട്ട് അസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഒരു വരുമാനമായിട്ടാണ് കേന്ദ്ര സർക്കാർ നൽകി വരുന്നത്. 2000 രൂപ ആദ്യം, പിന്നെ വീണ്ടും വരും 4 മാസം കൂടുമ്പോൾ 2000 വെച്ച് മൊത്തം 6000 രൂപയാണ് ഒരു വർഷത്തിൽ ഒരു കർഷകന് ലഭിക്കുക. ഇത് വലിയൊരു ആശ്വാസമാണ് കർഷകനെ സംബന്ധിച്ചിടത്തോളം. ഒരു കൃത്യമായ വരുമാനം എന്നുള്ളത് നമ്മളുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. അത് ഈ ഒരു പദ്ധതിയിലൂടെ കൃത്യമായിട്ടും നേടാൻ സാധിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കൂടാതെ തന്നെ മറ്റ് പദ്ധതികളും ഉണ്ട്. കൂടുതൽ ശ്രദ്ധ നേടിയ പദ്ധതി PM കിസാൻ. അത് കഴിഞ്ഞാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ്, നമ്മൾ ബാങ്കുകൾ വഴി, നാഷണലൈസ് ബാങ്ക് വഴി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഇതിൽ കർഷകന് കൃഷിക്ക് ആവശ്യമായ വായ്പ, അതായത് കുറഞ്ഞ പലിശയിൽ 4% പലിശയിൽ നൽകുന്ന ഒരു വായ്പയാണിത്. ഏകദേശം 1.25 ലക്ഷം കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇപ്പം നമ്മൾ നൽകി കഴിഞ്ഞു. അതോടൊപ്പം 34,000 കോടിയാണ് ഇതിൻ്റെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എന്ന് നമ്മൾ കണക്കെടുക്കുമ്പം അറിയാൻ സാധിക്കുന്നത്. ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ബൃഹത് പദ്ധതിയാണ് അഗ്രിസ്റ്റാക്ക്. അഗ്രിസ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കർഷകർക്കൊരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റി നൽകുക. അത് ഇത്രയും നാളായിട്ട് ഒരു കർഷകന് ഒരു ഐഡൻറ്റിറ്റി നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കർഷകന് ഒരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റി കൊടുത്തുകൊണ്ട് ID കാർഡ് നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാർഡ് ലഭിക്കുന്നതോടുകൂടി കർഷകന് യഥാസമയം സർക്കാരിൻ്റെ എന്തൊക്കെ പദ്ധതികളുണ്ടോ, കാർഷിക രംഗത്തെ എന്തൊക്കെ വ്യതിയാനങ്ങളുണ്ടോ, അതുപോലെ തന്നെ എല്ലാ മെസ്സേജുകളും ഈ കർഷകൻ്റെ രജിസ്റ്റർ ചെയ്ത കർഷകൻ്റെ ഫോണിലൂടെ ലഭിക്കുകയാണ്. അത് യഥാസമയത്ത് ലഭിക്കുകയാണ്. അപ്പോൾ കർഷകന് വേറെ എങ്ങും അന്വേഷിച്ച് പോകണ്ട. അതായത് ഈ അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്ത കർഷകന് വേറെ എങ്ങും അന്വേഷിച്ച് പോകണ്ട. കൃത്യസമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോണിലോ SMS വഴി ഈ ഒരു മെസ്സേജ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ സർക്കാർ ഫുള്ളി ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇത് കൂടാതെ മറ്റ് കേന്ദ്ര പദ്ധതികൾ, പോപ്പുലാരിറ്റി നേടിയ പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് നെല്ല് സംഭരണമാണ്. നെല്ല് സംഭരണത്തിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകന് വലിയൊരു ആശ്വാസമാണ്. വിളവെടുത്ത് കഴിഞ്ഞാൽ കർഷകനൊരു ബേസ് പ്രൈസ് ലഭിക്കുകയാണ്, അവിടെ മിനിമം സപ്പോർട്ട് പ്രൈസ് ലഭിക്കുകയാണ്. അത് സപ്ലൈകോ വഴി നെല്ല് സംഭരിക്കുന്നു, സർക്കാർ കൊടുക്കുന്നു. 30 രൂപ, 1 കിലോയ്ക്ക് 30 രൂപ എന്നുള്ള നിരക്കിൽ കർഷകന് ആശ്വാസമായി നൽകുന്നു. ഇതുപോലെ എല്ലാ രംഗത്തും സർക്കാർ ഇടപെടുന്നു. അതായത് ആദ്യമായിട്ട് PM കിസാൻ നൽകുന്നു. PM കിസാൻ വഴി കർഷകനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നൽകുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ കർഷകന് ആവശ്യമായ വായ്പ നൽകുന്നു. അതായത് കൃഷിക്ക് ആവശ്യമായ വായ്പ നൽകിക്കൊണ്ട് സഹായം നൽകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ആൾക്കൊരു ഐഡൻറ്റിറ്റി നൽകുന്നു. അത് കഴിയുമ്പോൾ അവസാനമായി നെല്ല് സംഭരണം, മറ്റ് വിളകളുടെ സംഭരണം ഉൾപ്പെടെ നെല്ല് സംഭരണം പ്രധാനമായും അതുവഴി ഒരു ആശ്വാസം നൽകുന്നു. ഇതോടുകൂടി ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുകയാണ്. അങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട പദ്ധതികൾ. ഓക്കെ, അടുത്തതായിട്ട് ചിത്ര മാഡത്തിനോട് ചോദിക്കുകയാണ്. മാഡം സബ്ജക്റ്റ് മാറ്റർ സ്പെഷ്യലിസ്റ്റാണ്. മാഡം, ഇപ്പോൾ അഭിത മാഡം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒട്ടനവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അവർക്കേറെ ഗുണകരമായ, അവർക്കേറെ പ്രിയങ്കരമായിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് ഇപ്പോൾ മാഡം
വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ ചിത്ര മാഡത്തിനോട് ചോദിക്കുകയാണ്, മോഡി സർക്കാരിൻ്റെ കാലത്തെ FPO പ്രവർത്തനങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള വികസനങ്ങളെക്കുറിച്ചും മാഡം പ്രേക്ഷകർക്കായി ഒന്ന് സംസാരിക്കാമോ? തീർച്ചയായും ചെറുകിട കർഷകർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നുകൊണ്ട് വിവിധ വിളകൾ കൃഷി ചെയ്യുക, ആ കൃഷിയിൽ നിന്നും കാലാവസ്ഥയെ വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു വിളവെടുപ്പ് നടത്തുക, അതിനുശേഷം അവർക്കൊരു മിനിമം സപ്പോർട്ട് പ്രൈസ് കിട്ടുക. ഈ ഒരു 3 പ്രോസസ്സ്, അതായത് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ്, ഈ 3 പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് ചെറുകിട നാമമാത്ര കർഷകരെ ഒരുമിപ്പിച്ചു കൊണ്ടുള്ള ഒരു കൂട്ടായ്മ, കർഷകരുടെ ഒരു ശാക്തീകരണമാണ് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 2020 നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ആണ് ഫോർമേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഏകദേശം 10,000 FPOകൾക്ക് പദ്ധതികൾ നടപ്പിലാക്കി ആഹ്വാനം നൽകിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ, നമുക്കറിയാം ചെറുകിട കർഷകരുടെ എല്ലാം പെർ ക്യാപിറ്റൽ ലാൻഡ് ഹോൾഡിംഗ്, അതായത് ഒരു ശരാശരി കൈവശ ഭൂമിയുടെ വിസ്തീർണം എന്ന് പറയുന്നത് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം <0.12 ഹെക്ടർ മാത്രമേ വരുന്നുള്ളൂ. ഏകദേശം ഒരു 30 മുതൽ 50 സെൻറ്റ് മാത്രം സ്വന്തമായി കൈവശ ഭൂമിയുള്ള കർഷകരാണ് ഈ പാട്ടഭൂമിയിൽ കൃഷി ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവരെ ഏകോപിച്ചുകൊണ്ട് തന്നെ ഇവരുടെ കൃഷിവിളകൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ വാങ്ങുക, കൃഷിക്ക് വേണ്ട വിത്തും വളങ്ങളും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് വാങ്ങാൻ സാധിക്കുന്നു. വിപണി ശാക്തീകരണം ലഭ്യമാകുന്നു. വിപണിയിൽ അവർക്ക് ഒരു ഏകോപിതമായിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അതിനെല്ലാം ഉപരിയായി മെച്ചപ്പെട്ട വില നിലവാരം അവർക്ക് ലഭ്യമാകുന്നു. ഇതാണ് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ 2027-28 അദ്ദേഹം 6,568 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ തുക എങ്ങനെയാണ് കർഷകർക്ക് ഇത് ലഭ്യമാകുന്നതെന്ന് വെച്ചാൽ പലതരം ഘട്ടങ്ങളായിട്ടാണ് ഇതിനെ പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. ഒന്നാമത് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ്, അതായത് നമ്മൾ ഒരു ബ്ലോക്ക് ലെവലിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ലെവലിലോ വിളകളെ അടിസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യൂ അഡീഷൻ പ്രോസസ്സിങ് ചെയ്യുന്ന മേഖലയാണെങ്കിൽ അതിലേതെങ്കിലും പ്രോഡക്ട്സുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടോ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു FPO തുടങ്ങുന്നതിലേക്കുള്ള മാനേജ്മെൻറ്റ് എമൗണ്ട്, അത് ഏകദേശം 18 ലക്ഷം രൂപയാണ് അതിലേക്ക് നീക്കിയിരിക്കുന്നത്. അതിനുശേഷം ഈ 18 ലക്ഷം രൂപ ഒരു FPO തുടങ്ങുന്നതിൽ നൽകുന്ന തുകയിൽ നമ്മൾ ധാരാളം കർഷകരെ ഇതിൽ ഏകോപിപ്പിക്കുന്നുണ്ട്. അതായത് ഏകദേശം 300 മുതൽ 500ഓളം കർഷകരായിരിക്കും ഒരു അതായത് ശാക്തീകരിക്കപ്പെട്ട ഒരു FPOയിലെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ഷെയർ ഹോൾഡറും ഏകദേശം 2,000 രൂപയാണ് ഇതിൽ അംഗത്വം സ്വീകരിക്കുന്നതിന് വേണ്ടി നൽകേണ്ടി വരുന്ന തുക. ഇങ്ങനെ ഒരു 300ഓളം ആളുകൾ ഒരു FPOയിൽ അംഗമായി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇക്വിറ്റി ഗ്രാൻഡ് ലഭ്യമാകാനുള്ളൊരു അവകാശമുണ്ട്. അപ്പോൾ ആ ഒരു FPOയ്ക്ക് ഒരു ഇക്വിറ്റി ഗ്രാൻഡ് എമൗണ്ട് 300 പേരുണ്ടെങ്കിൽ 2,000 രൂപ വെച്ച് 6 ലക്ഷം രൂപ ആ ഒരു FPOയ്ക്ക് ലഭ്യമാകുന്നുണ്ട്. അതിനുശേഷം ഈ FPOയുടെ പദ്ധതി എന്താണ്, ബിസിനസ് പ്ലാൻ എന്താണ്, അതായത് ഓരോ വർഷങ്ങളിലും 5 വർഷത്തേക്കാണ് നമ്മളിത് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെങ്കിൽ അവർ ഏത് രീതിയിലുള്ള ബിസിനസ് ആണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ബിസിനസ് പ്ലാൻ നടത്തുന്നതിലേക്കായിട്ട് പദ്ധതി വിഹിതമായിട്ട് 2 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഇതുവരെയുള്ള കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 254 കോടി രൂപ 4,760 FPOകൾക്ക് ഭാരതത്തിൽ ലഭ്യമായിട്ടുണ്ട്. കേന്ദ്ര കൃഷി സെക്രട്ടറിയുടെ ആഹ്വാനപ്രകാരം ഏകദേശം 2030 വരെ ഇതിൻ്റെ അതായത് ഇത് നമ്മൾ ഹാൻഡ് ഹോൾഡിംഗ് ആയിട്ട് ഇതിനെ പിന്തുടരാനായിട്ടുള്ളൊരു ആഹ്വാനവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കർഷക കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിലവിലെ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിന് അതായത് നമുക്ക് വിപണിയിൽ നല്ലൊരു നിലവാരം കിട്ടി, അതായത് ഡബിളിംഗ് ദി ഫാർമേഴ്സ് ഇൻകം, കർഷകരുടെ വരുമാനം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് ഇരട്ടിക്കാതെ തന്നെ ഒരു സംഘമായി ചേർന്ന് അതിനുള്ള ശാക്തീകരണം നൽകുക എന്നതാണ് കേന്ദ്ര സർക്കാർ FPO രൂപീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സജീവ് സാറിലേക്ക് വരികയാണെങ്കിൽ, നബാർഡിലേക്ക് വരികയാണെങ്കിൽ, കാർഷിക ഗ്രാമീണ വായ്പ അല്ലെങ്കിൽ അഗ്രികൾച്ചർ റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം, ആ ഒരു സിസ്റ്റം സൃഷ്ടിച്ച മാറ്റങ്ങളുണ്ട്. അതിൽ നബാർഡിൻ്റെ പങ്കിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ സാർ? നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ഭാരതം ഒരു വികസിത രാജ്യം എന്നുള്ള സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ എല്ലാം ആഹ്വാനം അതാണ്. നമ്മുടെ 2047 നമ്മളൊരു വികസിത രാജ്യമായിട്ട് തീരുക, ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തിയായി വളർത്തുക എന്നുള്ളത്.
അപ്പോൾ ആ വസ്തുത നിലനിൽക്കെ തന്നെ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 60% ജനം ഇപ്പോഴും ഗ്രാമീണ മേഖലകളിൽ തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനം കൃഷിയും കൃഷിയിതര മേഖലകളുമാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് നബാർഡിൻ്റെ ഈ റൂറൽ ക്രെഡിറ്റ് പ്ലാനിംഗ് അല്ലെങ്കിൽ ഈ ഗ്രാമീണ വായ്പാ പദ്ധതി അല്ലെങ്കിൽ ഗ്രാമീണ വായ്പയുടെ ഡെലിവറി സിസ്റ്റം നബാർഡ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ അത് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ നബാർഡിന് നമ്മുടെ ഭാരതത്തിലെ ജില്ലകൾ ഡിസ്ട്രിക്റ്റുകൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളിലെ ജില്ലകളിൽ എടുക്കുകയാണെങ്കിൽ 507 ജില്ലകളിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് മാനേജർമാർ ഉണ്ട്, ജില്ലാ വികസന മാനേജർമാരുണ്ട്. പിന്നെ കൂടാതെ തന്നെ അവരുടെ സ്വന്തം ഡിസ്ട്രിക്റ്റ് കൂടാതെ അടുത്തുള്ള ഡിസ്ട്രിക്റ്റ് കൂടി ചില അങ്ങനെ ഈ മാനേജേഴ്സിനെ പോസ്റ്റ് ചെയ്യാത്ത ഡിസ്ട്രിക്റ്റുകളിലും അവരുടെ ചുമതല വഹിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഈ 14 ജില്ലകളിലും നമുക്ക് ജില്ലാ വികസന മാനേജർമാരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു പ്രധാന പ്രവർത്തനം ജില്ലകളിലെന്ന് വെച്ചാൽ അവിടെയുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഏജൻസികൾ, അവരുടെ എല്ലാം ഏകോപനം, ബാങ്കുകൾ, അവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് മാനേജർമാർ തയ്യാറാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് പൊട്ടൻഷ്യൽ ലിങ്ക്ഡ് പ്ലാൻ അല്ലെങ്കിൽ PLP എന്ന് നമ്മൾ പറയും. അത് ജില്ലാതല സാധ്യതാ വായ്പാ പ്ലാൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ പ്രകാരം നമുക്ക് ഈ സുസ്ഥിരമായൊരു ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളുടെ അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള വിടവുകൾ എന്താണെന്ന് കണ്ടെത്തി അവിടെ എത്രത്തോളം വായ്പ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട്, എത്രത്തോളം നമുക്ക് ഗ്രാമീണ വായ്പ കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു ബോട്ടം ടു ടോപ്പ് അപ്രോച്ച്, അതായത് നമ്മുടെ താഴെ തട്ടിൽ നിന്ന് തന്നെ മുകളിലേക്കുള്ള ഒരു പ്ലാനിങ് അപ്രോച്ചാണ് ഈ PLP തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് മാനേജർമാർ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ ഏകദേശം 30 വർഷങ്ങളായി ഈ ഒരു പ്രവർത്തനം നബാർഡ് തുടർന്നുകൊണ്ട് പോവുകയാണ്. അതിനുവേണ്ടി നമുക്കറിയാവുന്ന പോലെ റിസർവ് ബാങ്കിൻ്റെ ലീഡ് ബാങ്ക് സ്കീം പ്രകാരമുള്ള LDM ലീഡ് ഡിസ്ട്രിക്ട് മാനേജർമാർ ഉണ്ട്. അപ്പോൾ അവരോടുകൂടെയും കൂടെ ചേർന്ന് ഈ DDMs പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ നബാർഡിൻ്റെ ജില്ലാ വികസന മാനേജർമാർ തയ്യാറാക്കുന്ന ഈ പൊട്ടൻഷ്യൽ ലിങ്ക്ഡ് പ്ലാനാണ് ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ തയ്യാറാക്കുവാനായിട്ട് ഉള്ള ബേസായി ആധാരമായിട്ട് എടുക്കുന്നത്. കൂടാതെ ഈ 14 ജില്ലകളിലെയും ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ അഗ്രിഗേറ്റ് ചെയ്ത് എല്ലാം കൂടെ ചേർത്തിട്ട് സംസ്ഥാനത്തിൻ്റെ തല ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നു. അതിന് സ്റ്റേറ്റ് ഫോക്കസ് പേപ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഫോക്കസ് പേപ്പർ നമ്മുടെ സാധാരണ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ നടക്കുന്ന സംസ്ഥാനതല വായ്പാ സെമിനാർ, സ്റ്റേറ്റ് ക്രെഡിറ്റ് സെമിനാറിൽ ഈ പേപ്പർ പ്രസൻറ്റ് ചെയ്യുകയും അത് അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഒരു പേപ്പറാണ്. അപ്പം ആ ഡോക്യുമെൻ്റ് പ്രകാരം എവിടെയൊക്കെ ബാങ്ക് ലോൺ കൊടുക്കാൻ കഴിയും, എവിടെയൊക്കെ ആ ഒരു മുൻഗണനാ വായ്പകൾ, നമുക്കറിയാവുന്ന പോലെ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ കീഴിൽ വരുന്ന വായ്പകൾ എവിടെയൊക്കെ കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്ലാനിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ 2026-27 സാമ്പത്തിക വർഷത്തിലേക്ക് നബാർഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് 3.31 ലക്ഷം കോടിയുടെ വായ്പാ പദ്ധതിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നബാർഡ് ഈ റൂറൽ ക്രെഡിറ്റ് പ്ലാനിംഗ് ചെയ്യുകയും ഈ റൂറൽ ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം നമ്മൾ വിഭാവനം ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സജീവ് സാറ് വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. നബാർഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കാർഷിക മേഖലയിലെ ഇടപെടലുകളെക്കുറിച്ച്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എത്തരത്തിലാണ് നബാർഡ് നിലവിൽ നടപ്പിലാക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ അഭിത മേഡത്തിനോട് ചോദിക്കുകയാണ്. അഭിത മേഡം, ഇപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനത്തിലെ പ്രധാന വിളയായ നെല്ല് കർഷകർക്കുമായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാന ധനസഹായങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും ഒന്ന് വിശദമാക്കാമോ മേഡം? തീർച്ചയായിട്ടും. അതായത് നമ്മളുടെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നെല്ലാണ് നമ്മളുടെ സുപ്രധാന വിള. അപ്പോൾ ഇതിനായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കർഷകൻ നോക്കി നിൽക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് നെല്ല് സംഭരണവും മിനിമം സപ്പോർട്ട് പ്രൈസ്, അതായത് താങ്ങുവില. ഇത് രണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബൃഹത്തായ പദ്ധതിയാണ്. അതിലൂടെ കർഷകന് കൃത്യമായും വിളവെടുത്തു കഴിഞ്ഞാൽ നെല്ല് സംഭരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. അത് ഈ പദ്ധതി വന്നതിലൂടെ തന്നെ കർഷകൻ അതൊരു ആശങ്കയില്ലാത്തൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. സർക്കാർ 30 രൂപ കിലോ എന്ന നിരക്കിൽ കർഷകൻ്റെ നിന്ന് സപ്ലൈകോ വഴി ഈ നെല്ല് സംഭരിക്കുന്നു. അതോടൊപ്പം കൃത്യസമയത്ത് തന്നെ ആ കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് ഈ കാശ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കൂടാതെ മറ്റ് പദ്ധതികൾ എന്ന് പറയുമ്പോഴത്തേക്കും രാഷ്ട്രീയ കൃഷി വികാസ് യോജന, സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ, അതായത് യന്ത്രവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി,
ഇത് കൂടാതെ തന്നെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഇതുപോലെയുള്ള മറ്റ് പദ്ധതികളും സുപ്രധാനമായി കർഷകന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകന് അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. നെൽകൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബണ്ടുകളുടെ നവീകരണം, അതുപോലെ തന്നെ പമ്പ് സെറ്റുകളുടെ ആനുകൂല്യം, ഇതെല്ലാം നമ്മൾ സ്മാം, RKVY എന്നീ പദ്ധതികളിലൂടെ കർഷകന് ലഭ്യമാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ട്. അപ്പോൾ അതുമൂലം നെൽകൃഷിക്ക് ഒരുപാട് നാശനഷ്ടം സംഭവിക്കുന്നുണ്ട്. അതും കർഷകന് ഒരു വലിയ ആശങ്കയാണ്. അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഇതിലൂടെ ആകെയുള്ള പ്രീമിയത്തിൻ്റെ വെറും 2% പൈസ ഇൻഷുറൻസ് പ്രീമിയമായിട്ട് കർഷകൻ ഒടുക്കിക്കൊണ്ട് ബാക്കി 98% കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതമായിട്ട് നൽകുന്നു. അപ്പോൾ ഈ ഒരു പ്രീമിയം തുക കർഷകന് വലിയൊരു ആശ്വാസമാണ്. ഒരു നെൽകൃഷി പകുതി സ്റ്റേജിൽ വന്നിട്ട് നെൽകൃഷി മൊത്തം നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ കർഷകന് വേറെ ആശങ്ക വേണ്ട. കർഷകൻ ആദ്യം ഓൺലൈൻ പോർട്ടൽ വഴി ഈ വിള ഇൻഷുർ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഈ അതാത് കൃഷിഭവനിൽ ഇത് അറിയിക്കുകയും വേണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ കർഷകന് യാതൊരു പേടിയും വേണ്ട. ഈ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിലൂടെ നല്ലൊരു പ്രീമിയം തുകയാണ് കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത്. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അതുപോലെ തന്നെ വളം സബ്സിഡി, PM പ്രമാൺ എന്ന് പറഞ്ഞ ഒരു പുതിയ പദ്ധതിയുണ്ട്. അതിലൂടെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത് ഈ നെൽകൃഷി ചെയ്യുന്ന കർഷകന് സബ്സിഡി നിരക്കിൽ വളം ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതും കർഷകനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം വളം വാങ്ങുക എന്ന വളപ്രയോഗമില്ലാതെ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഈ ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് വളപ്രയോഗം ചെയ്താൽ മാത്രമേ നല്ലൊരു വിളവ് ലഭിക്കുകയുള്ളൂ. ആ വിളവ് ലഭിക്കാൻ കർഷകൻ നോക്കുമ്പോഴത്തേക്കും ഈ വളങ്ങൾക്ക് നല്ലൊരു തുകയാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചിലവായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് PM പ്രണാം എന്നുള്ള പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഇതൊക്കെയാണ് നെൽകൃഷിയിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന പദ്ധതികൾ. 12 വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക മേഖലയിൽ വരുത്തിയ നവീനമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ച തുടരുന്നു. നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം.